ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 4. അതീന്ദ്രിയജ്ഞാനം. ശ്ലോകം 22, പേജ് നമ്പർ 262. യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബധ്യതേ. പദാനുപദം. യദൃച്ഛാലാഭസന്തുഷ്ടഃ, യദൃച്ഛയാ ലഭിക്കുന്നതുകൊണ്ട് സന്തുഷ്ടനും. ദ്വന്ദ്വാതീതഃ, ദ്വന്ദ്വങ്ങളെ അതിക്രമിച്ചവനും. വിമത്സരഃ, അസൂയാരഹിതനായി. സിദ്ധൗ, വിജയത്തിലും. അസിദ്ധൗ ച, പരാജയത്തിലും. സമഃ, സമനില ഉറച്ചവൻ. കൃത്വാ അപി, കർമ്മങ്ങൾ ചെയ്താലും. ന നിബധ്യതേ, ബന്ധിക്കപ്പെടുന്നില്ല. വിവർത്തനം. താനേ വന്നുചേരുന്ന നേട്ടങ്ങളാൽ സംതൃപ്തനും ദ്വന്ദ്വമുക്തനും നിർമത്സരനും ജയാപജയങ്ങളെ സമഭാവനയോടെ കൈക്കൊള്ളുന്നവനുമായ ഒരാൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും അവയാൽ ബദ്ധനല്ല. ഭാവാർത്ഥം. കൃഷ്ണാവബോധവാനായ വ്യക്തി സ്വന്തം ശരീരം പരിപാലിക്കുന്നതിനു വേണ്ടിപ്പോലും ഏറെ പ്രയത്നിക്കാറില്ല. തനിയെ വന്നുചേരുന്ന നേട്ടങ്ങളാൽ തൃപ്തനാണയാൾ. യാചിക്കുകയോ കടം വാങ്ങുകയോ ചെയ്യാതെ കഴിവനുസരിച്ചുള്ള സത്യസന്ധമായ പ്രയത്നം കൊണ്ട് കിട്ടുന്ന ആദായത്താൽ അയാൾ തൃപ്തനാകുന്നു. സ്വതന്ത്രമായി ഉപജീവനം കഴിക്കുന്നു. കൃഷ്ണാവബോധത്തിലുള്ള തൻ്റെ സേവനത്തിന് മറ്റാരുടെയും പ്രവൃത്തി തടസ്സമായി തീരാൻ അനുവദിക്കുകയില്ല. എങ്കിലും ഭൗതിക ലോകത്തിലെ ദ്വന്ദ്ങ്ങളാൽ അസ്വസ്ഥനാകാതെ ഭഗവത് സേവനാർത്ഥം ഏതു ജോലിയിലേർപ്പെടാനും ഭക്തന് കഴിയും. സുഖദുഃഖങ്ങളായോ ശീതോഷ്ണങ്ങളായോ ആണ് പ്രപഞ്ചത്തിൻ്റെ ദ്വന്ദ്വാത്മകത അനുഭവപ്പെടുന്നത്. കൃഷ്ണൻ്റെ സംതൃപ്തിക്കു വേണ്ടി എങ്ങനെയും പ്രവർത്തിക്കാൻ മടിക്കാത്ത കൃഷ്ണാവബോധവാനായ വ്യക്തി ഈ ദ്വന്ദ്ങ്ങൾക്കതീതനാണ്. അതുകൊണ്ട് വിജയത്തിലും പരാജയത്തിലും അയാൾക്ക് കുലുക്കമില്ല. പൂർണ്ണമായി അതീന്ദ്രിയ ജ്ഞാനം നേടിയവരുടെ ലക്ഷണമാണിത്.
ഹരേ കൃഷ്ണ.